ഗംഭീര നടന്റെ ഒരു പെർഫോമൻസിന് ശേഷം അദ്ദേഹത്തിന്റെ ഒരു മരണത്തോടു കൂടി ഞാൻ എൻ്റർ ചെയ്യുന്ന സംഭവം, അതും വളരെ കൂളായിട്ടുള്ള പോലീസ് ഓഫീസർ മതി എന്ന് പറഞ്ഞു. അപ്പൊ അതിനു മുമ്പ് ഞാൻ ചെയ്തത് ജോഷി സാറിന്റെ പാപ്പൻ എന്ന് പറയുന്ന സുരേഷ് ഗോപി പടത്തിലാണ്. അപ്പൊ അതിൽ പോലീസ് ഡ്രസ് ഇട്ട് സുരേഷിന്റെ മുന്നിൽ നിൽക്കാൻ തന്നെ എനിക്കൊരു ശമ്പളം ഉണ്ടായിരുന്നു, കാരണം അത്രയും വിറപ്പിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഞാൻ ഇതിലെ ഡ്രസ്സ് കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഗ്യാപ്പൊക്കെ വെച്ചതിന് ശേഷം ജോഷി സാറിന് അയച്ചു കൊടുക്കുകയും അദ്ദേഹം ഓക്കെ അടിപൊളിയാണ് തകർക്കെന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്കൊരു കോൺഫിഡൻസ്, കാരണം ഒരുപാട് എത്രയും 100 പടങ്ങൾ ചെയ്തിട്ടുള്ള, അതിൽ ഭൂരിഭാഗം ഹിറ്റാക്കിയിട്ടുള്ള ഒരു സംവിധായകൻ, ഒരുപാട് പോലീസ് ഓഫീസർമാരെ, ഒരുപാട് പട്ടാളക്കാരെയൊക്കെ അഭിനയിപ്പിച്ചിട്ടുണ്ട്. അതായത് പട്ടാളക്കാരായിട്ട് നമ്മുടെ സ്റ്റാർസ് അഭിനയിപ്പിച്ചിട്ടുള്ള ജോഷി സാറും കൂടി പറയുമ്പോൾ കോൺഫിഡൻസ് ആയി. പിന്നെ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എല്ലാം തുടക്കക്കാരാണ്, പക്ഷേ എനിക്ക് വലിയ സിനിമ ചെറിയ സിനിമ അങ്ങനെയൊന്നുമില്ല, എല്ലാ സൂപ്പർ സ്റ്റാർസിൻ്റെ ഒപ്പം സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഇവരുടെ ഒരു ഡെഡിക്കേഷൻ ഇതിൽ എന്നോടൊപ്പം നിൽക്കുക എന്നുള്ള അതിൻ്റെ ഒരു പ്രൊമോഷൻ എന്തുവാണെങ്കിലും, കാരണം ഒരു സിനിമ ചെയ്യണമെങ്കിൽ ഒരുപാട് തയ്യാറെടുപ്പുകളുണ്ട്. കാണുമ്പോൾ 2.5 മണിക്കൂറിലെങ്കിലും എത്രയോ വർഷത്തെ അധ്വാനമായിരിക്കും, എത്രയോ പേരുടെ വേർപ്പായിരിക്കും, എത്രയോ പേരുടെ പണയം വെച്ച ആഭരണങ്ങളായിരിക്കും ഒരു സിനിമ ഉണ്ടാവുന്നത്. അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് കാശെടുത്തിട്ട് എനിക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്നെ ഒരാൾ ആലോചിക്കുന്നു എന്ന് തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവനിയോഗമാണ്, അതിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അതിന്റെ വിജയമോ പരാജയമോ ഒന്നും ഞാൻ ചിന്തിക്കാറില്ല. അങ്ങനെ വന്ന് ചെയ്യുകയും എൻ്റെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു അഭിനയം, അതായത് ഇങ്ങനെ സ്പേസ് കിട്ടുമ്പോഴേ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഏതൊരു കലാകാരൻ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കലാകാരന്മാരാണ്, എവറി മാൻ ഈസ് ആൻ ആക്ടർ. പക്ഷെ ഒരു സംവിധായകൻ കണ്ടെത്തി ആ സ്പേസ് തന്നെങ്കിൽ മാത്രമേ ഒരു കലാകാരന് ഒരു അവസരം തന്നാൽ മാത്രമേ അവരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ. അവസരം തരാൻ വരുന്നവരെ ഒരിക്കലും നിഷേധിക്കാറില്ല. ഇവര് ഒരുപാട് സ്റ്റാർസിന്റെ അടുത്ത് പോയിട്ട് അവസാനമല്ല എൻ്റെ അടുത്ത് വന്നത്, തുടക്കത്തിൽ തന്നെയാണ്. പല ആൾക്കാരും പല സ്റ്റാറുകളുടെയൊക്കെ അടുത്ത് പോയിട്ട് ലാസ്റ്റ് എൻ്റെ അടുത്ത് വരും. അങ്ങനെ കുറെ സ്ക്രിപ്റ്റുകൾ എൻ്റെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ സൂക്ഷിച്ചു നോക്കും, കാരണം അതിൽ ചില കാരണങ്ങൾ കൊണ്ടാണ് മറ്റുള്ളവർ ചെയ്യാണ്ടിരുന്നത്. പക്ഷെ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് അത് നഷ്ടപ്പെട്ടു പോയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എത്രയോ പേരുടെ അധ്വാനവും സ്വപ്നമാണ് നഷ്ടപ്പെട്ടത്. അതിനുശേഷം വീണ്ടും ഇതുപോലെ വരാൻ തുടങ്ങി. കാരണം എൻ്റെ അടുത്ത് വന്നതിന് ശേഷം പിന്നെ അവർക്ക് ആരുടെ പോകാനില്ല, ലാസ്റ്റ് അത്താണേ ഞാൻ. അപ്പോൾ ഇവര് വന്നത് ആദ്യം തന്നെ എൻ്റെ അടുത്തായിരുന്നു. പിന്നെ അങ്ങനെ അൻസിബ ഇതിലേക്ക് വരുന്നു, പോലീസുകാർ ഇതിൽ അഭിനയിക്കുന്നു. എനിക്ക് കൂടുതൽ ഇൻഫോർമേഷൻ കിട്ടി ബാരിസ്റ്റിക്കിനെ കുറിച്ചും, അല്ലാതെ പോലീസിലെ CIയും DSP ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് പോലീസ് ഓഫീസേഴ്സ് ഇതിലുണ്ട്. അപ്പൊ നല്ലൊരു അനുഭവമാണ്. നമ്മുടെ അഭിനയത്തിന് ഗുണം ചെയ്യുന്നത് അനുഭവങ്ങളാണ്. നമുക്ക് എല്ലാം അനുഭവം